സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിക പിണങ്ങിപ്പോയതിൻ്റെ സങ്കടത്തിൽ നന്ദനാണെങ്കിൽ എപ്പോഴും മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു സമയം കഴിഞ്ഞിട്ടും നന്ദൻ തിരികെ വീട്ടിലേക്ക് വരാത്ത ആ സങ്കടത്തിൽ പ്രഭാവതി വിളിക്കുമ്പോഴത്തേക്കും കെവിനോടൊപ്പം നിൽക്കുവാണ്. ഇന്ന് രാത്രി ഒരുപാട് വൈകി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദ നീ മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ടമ്മ. എനിക്കിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ നന്ദൻ ആരുമില്ല. ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട്. എനിക്ക് ദേവിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രഭാവതി ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം മകൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥനും സംസാരിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാകുന്നു. അപ്പം സിദ്ധുവിനെ കണ്ടതും പ്രഭാവതി പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോഴത്തേക്കും സിദ്ധു ചോദിക്കുന്നുണ്ട്, നന്ദനെ വിളിച്ചല്ലേ? അവനിപ്പോൾ മദ്യപിക്കാനും തുടങ്ങിയോ? എന്നെ കണ്ടുകൊണ്ടല്ലേ താൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തേ എന്ന് പറയുമ്പം എനിക്കറിയില്ല സിദ്ധു, അവന് നല്ല സങ്കടമുണ്ട്. എങ്ങനെ സങ്കടം വരാതിരിക്കും? അവൻ എന്തായാലും ഇപ്പം മോഷണത്തിൽ എക്സ്പേർട്ടാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഫയൽ മോഷ്ടിച്ച് അതിപ്പം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും മോഷ്ടിക്കാനുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് പോയി നിൽക്കുവാണോ? സിദ്ധു എന്തൊക്കെയായി പറയുന്നത്? അവൻ സിദ്ധുവിൻ്റെ മകനാണെന്നുള്ള കാര്യം മറക്കരുത്. അവൻ അങ്ങനെ ഒരു ആളെയല്ല. എനിക്കുള്ള സങ്കടം ഇങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാനല്ലേ പറ്റൂ, അല്ലാതെ തല്ലാനും കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അവൻ കാണിച്ച തെറ്റിന് താൻ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും വഷളായി പോകുന്നത്. അവൻ ഇനിയും നന്നാവാനുള്ള ഉദ്ദേശമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് സിദ്ധു ആണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നു. പ്രഭാവതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം രജനിയാണെങ്കിൽ ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുവാണ് ഗിരീഷിനോടും അതുപോലെ അമ്മയോടും. അവൾ ആരാണെന്ന് അവളുടെ വിചാരം, ബന്ധം ഒഴിയാൻ നോട്ടീസ് അയക്കുമെന്ന്. അവൾ ആരെ പേടിപ്പിക്കുന്നത്? MLA പോയി കഴിഞ്ഞാൽ MP, അവൾ ബന്ധം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അവളെക്കാളും യോഗ്യയായിട്ടുള്ളൊരു പെൺകുട്ടിയെ നന്ദന് കണ്ടുപിടിച്ച് കൊടുക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഗിരീഷ് പറയുന്നു, തനിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? ദേവികയെ പോലെ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഇനി തനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഈ സമയം നന്ദനായിരിക്കും എൻ്റെ സങ്കടമൊക്കെ അറിയാൻ പോകുന്നത്. അപ്പം അമ്മയും ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്? ആ പാവം ദേവികയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഫയൽ മോഷ്ടിച്ചു, ഭർത്താവ് മറ്റൊരു പെണ്ണുമൊത്ത് കറങ്ങി നടക്കുന്നു, ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പം ഏതൊരു പെൺകുട്ടിക്കാണ് സഹിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഒച്ച വെച്ച് രജനി സംസാരിക്കുന്നത് കേട്ടിട്ട് അധികം ഒച്ചയിൽ സംസാരിക്കേണ്ട, കുഞ്ഞിനെ ബാധിക്കുമെന്നൊക്കെ പറയുമ്പം എന്തായാലും ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് എൻ്റെ കുഞ്ഞിന് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ നന്ദൻ്റെ ഭാഗത്ത് മാത്രമാണ് ന്യായം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഗിരിയാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നു, തനിക്ക് നല്ല അസൂയ, തനിക്ക് പറ്റാത്തതെല്ലാം ദേവിക നേടിയെടുക്കുന്നതിൻ്റെ അസൂയ, അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഗിരിയാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. അതേസമയം മാധവനാണെങ്കിൽ ചന്ദ്രോത്ത് പോയി പ്രഭാവതിയും അതുപോലെ സിദ്ധാർത്ഥനെ നേരിട്ട് കണ്ട് ദേവികയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. കുറച്ച് ദിവസത്തേക്ക് ലീവാണെന്ന് പറഞ്ഞ് രാവിലെ തന്നെ മാധവനാണെങ്കിൽ റെഡിയായി പോകുന്ന സമയത്ത് വണ്ടിക്കൂലി ചോദിക്കുമ്പോഴത്തേക്കും രാധികയാണെങ്കിൽ 500 നോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 500 രൂപയൊന്നും വേണ്ട, 20 രൂപയുടെ ആവശ്യമുള്ളെന്ന് പറയുമ്പം ചില്ലറയില്ല, നിങ്ങളെന്തായാലും ഇത് കൊണ്ടുപോകാൻ പറയുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ല, ചില്ലറ മതി എന്ന് പറയുന്ന സമയത്ത് രാധിക പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ദേവികയോട് പോയി ചോദിച്ച് ചില്ലറ മാറിക്കൊണ്ട് വരാം. വേണ്ട, നീ ചെന്ന് ചില്ലറ ചോദിക്കുമ്പോഴത്തേക്കും എവിടെ പോകുന്നു എന്തിനു പോകുന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല, ഈ നോട്ടിങ് തന്നേരെ അടുത്തുള്ള കടയിൽ നിന്ന് മാറിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് മാധവനാണെങ്കിൽ ആ പൈസയും മേടിച്ച് പെട്ടെന്ന് പോകുന്നത് ദേവികയാണെങ്കിൽ കാണുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് വന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? 2-3 ദിവസത്തേക്ക് ജോലിക്കൊന്നും പോകുന്നില്ല, ലീവാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും രാവിലെ ആരെ കാണാൻ വേണ്ടി പോകുകയെന്ന് പറയുമ്പോൾ അതൊരു കൂട്ടുകാരനെ കാണാൻ പോകുകയെന്ന് പറയുന്നു. അപ്പം ദേവിക്ക് സംശയം തോന്നുന്നുണ്ട്. അമ്മയുടെ പെരുമാറ്റവും ഒരു പതർച്ചയൊക്കെ കണ്ടിട്ട് ഇനി ചന്ദ്രോത്തേക്ക് പോകുകയെന്നോ എൻ്റെ നന്ദുവിൻ്റെയും കാര്യം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ആരെങ്കിലും കാണാൻ പോകുകയെന്നോ സത്യം പറയുമെന്ന് പറയുമ്പം അതൊന്നും അല്ല മോളെ, അതൊക്കെ തോന്നിയ. ആ സമയത്ത് ശാരികയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്, എന്താ ചേച്ചി? അല്ല, അച്ഛൻ 2-3 ദിവസം ലീവാണെന്നല്ലേ പറഞ്ഞേ, ഇപ്പം എന്താ ഒരുങ്ങിപ്പോയി, എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പം ഒരു കൂട്ടുകാരനെ കാണാൻ പോയാണെന്ന് അമ്മ പറയുന്നു. ഞങ്ങളറിയാത്ത ഏത് കൂട്ടുകാരനാണ് അച്ഛനുള്ളത്? സത്യം പറ അമ്മ, ഇനി ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പോയാണോ? നിനക്കങ്ങനെയൊക്കെ പറയാം. മോളുടെ ജീവിതം തകർന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ സങ്കടം എനിക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നിനക്കറിയാമോ? ഉണ്ടിലേൽ പോലും മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞവരാ ഞങ്ങൾ. അപ്പം മക്കളുടെ ഭാവിയെക്കുറിച്ച് ആവലാതി എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അമ്മ ഒരു കാര്യം മറക്കരുത്, ചേച്ചിയുടെ തീരുമാനവും ചേച്ചിയുടെ ആഗ്രഹത്തിനും അനുസരിച്ചായിരിക്കണം ചേച്ചിയുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ നിർബന്ധിക്കുന്നതിനനുസരിച്ചാകരുത്. എന്തായാലും മറ്റാരെങ്കിലും കാണാൻ പോയാണെങ്കിൽ
ആ ജീവിതം ഇനി ചന്ദ്രോത്ത് ചേച്ചി ചെന്ന് കഴിഞ്ഞാൽ പോലും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും രാധികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം വഴിയരികിൽ മാധവനെ ഗിരീഷാണെങ്കിൽ കാണുന്നുണ്ട്. എങ്ങോട്ടേക്കാ രാവിലെ തന്നെ ചേട്ടൻ പോകുന്നത്? എനിക്ക് ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുക, കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് ഗിരി പൊക്കോളാൻ പറയുന്നു. അത് സാരമില്ല, എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും മാധവേട്ടനെ കൃത്യസമയത്ത് കൊണ്ട് നാക്കിക്കോളാം. ഈ വെയിലത്ത് ഇങ്ങനെ നടന്നു പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റ് കയറാൻ പറയുന്ന സമയത്ത് കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ദേവികയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ചന്ദ്രോത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതെന്നോട് പറയാൻ എന്തിനാ മടി കാണിച്ചത്? അതെന്തും ആകട്ടെ, ചേട്ടൻ വണ്ടിയിലേക്ക് കയറി, ഞാൻ അങ്ങോട്ടേക്ക് ആക്കാം എന്ന് പറയുന്ന സമയത്ത് വേണ്ട, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർ കണ്ട് തെറ്റിദ്ധരിക്കില്ലേ ഗിരിയെ? തെറ്റിദ്ധരിക്കുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ചേട്ടൻ ഇങ്ങോട്ടേക്ക് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അതേസമയം നന്ദനാണെങ്കിൽ അടിച്ച് ഫിറ്റായിട്ട് കെവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് ബെല്ലയെ വിളിക്കുന്നുണ്ട്. അപ്പം ബെല്ലയോട് പറയുന്നു, കെവിനെ കാണുന്നില്ല, എനിക്ക് വീട്ടിലൊറ്റയ്ക്കിരുന്നപ്പോൾ സങ്കടം തോന്നി, അതുകൊണ്ടാണ് പുറത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പം ബെല്ല ചോദിക്കുന്നു, നീ മദ്യപിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്, എന്തായാലും ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട്, അപ്പം നേരിൽ കണ്ട് സംസാരിക്കാം. ഞാനിപ്പോൾ തന്നെ നിന്നെ കാണാനായിട്ട് നീ നിൽക്കുന്ന സ്ഥലം പറ, അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. തൊട്ട് പിന്നാലെ ബെല്ല കെവിനെ മാറി മാറി വിളിക്കുന്നെങ്കിലും കെവിനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അപ്പം കെവിൻ വീട്ടിലേക്ക് വരുമായിരുന്നു ബെല്ലയെ കാണാനായിട്ട്. അപ്പം ബെല്ല പറയുന്നുണ്ട്, അത്യാവശ്യത്തിന് ഫോൺ വിളിച്ചാൽ എന്താ എടുക്കാൻ പാട്? ഞാൻ എത്ര തവണ വിളിച്ചു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമല്ലായിരുന്നു, അതുകൊണ്ടാണ് കോൾ എടുക്കാഞ്ഞത്. നീ എന്താ നന്ദനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വന്നത്? നന്ദൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ്റെ സംസാരം കേട്ടിട്ട് എനിക്കാണെങ്കിൽ സഹിക്കാൻ തോന്നുന്നില്ല. ഇന്നലെ രാത്രി മുതൽ ഒരു പോളക്കണ്ണ് ഞാൻ ഉറങ്ങിയിട്ടില്ല, നിർത്താതെ സംസാരിക്കുമായിരുന്നു, മാത്രമല്ല മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും സാരമില്ല, ഇന്ന് വൈകിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ചന്ദ്രോത്തേക്ക് പോകണം, അവരെ രണ്ടാളെയും പൂർണ്ണമായിട്ടും വേർപെടുത്തുന്നത് വരെ നമ്മൾ കൂടെ തന്നെ കാണണം എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ബെല്ല കാര്യങ്ങൾ. നന്ദനാണെങ്കിൽ ദേവിയെ മറക്കാൻ പറ്റുന്നില്ല, അവന് ദേവിയെ കണ്ട് സംസാരിക്കണമെന്നും ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ടാ ഇപ്പം ബഹളം ഉണ്ടാക്കുന്നത്. അത് വേണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും വേണ്ട. ഇപ്പം നന്ദനെ അവൻ നിൽക്കുന്ന സ്ഥലത്ത് പോയി കൂട്ടിക്കൊണ്ടുവരാൻ ബെല്ലയാണെങ്കിൽ പറയുന്നുണ്ട് കെവിനോട്. മാത്രമല്ല വൈകിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുന്ന ആ സമയം വരെ അവൻ്റെ ദേവി പുരാണം കൊണ്ട് അവൻ അവിടെയൊക്കെ നടന്നോട്ടെ എന്ന് ബെല്ല പറയുന്നത് കേട്ടിട്ട് കെവിനും ഓക്കെ പറയുന്നു. അപ്പം അവർ പല കാര്യങ്ങളിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേസമയം ഗിരിയും അതുപോലെ മാധവനും വരുന്ന സമയം ഋഷിയുടെ കൂട്ടുകാരിൽ ഒരാളാണെങ്കിൽ നന്ദു അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പം നന്ദു മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ കൂട്ടുകാരനാണെങ്കിൽ മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നു. അതും പ്രകാരം അവന്മാരാണെങ്കിൽ അവിടേക്ക് വരുന്നു. നന്ദൻ മദ്യപിച്ചിട്ടുണ്ട്, അപ്പം ഋഷി എന്തെന്ന് ചോദിച്ചുകൊണ്ട് നന്ദനെ എടുത്തിട്ട് തല്ലുവാണ്. അത് കണ്ടുകൊണ്ട് ഗിരിയും മാധവനും അതുവഴി പോകുമ്പോഴത്തേക്കും അവരും അങ്ങോട്ടേക്ക് വന്ന് നന്ദനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഏറ്റുമുട്ടുന്നതിനിടയ്ക്ക് നന്ദൻ്റെ കൈയാൽ മാധവനാണെങ്കിൽ പരിക്കേൽക്കുന്നുണ്ട്. നെറ്റിയിൽ ആഴത്തിൽ മുറിവ് പറ്റി ബോധം കെട്ട് കിടക്കുന്ന മാധവനെ തട്ടി വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്ന ഗിരിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.